ഹായ് വ്യൂവേഴ്സ്, ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക് പ്രോസസ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ വെൽഡിങ് കണ്ടിരിക്കും. വ്യത്യസ്ത സ്ട്രക്ചേഴ്സ്, ടേബിളുകൾ, ഷെൽഫുകൾ, ഇതെല്ലാം സാധാരണ വെൽഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കും. വെൽഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് സിമിലർ മെറ്റൽസ് ബൈ application of heat with or without the application of pressure and addition of filler material. ലളിതമായി വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള രണ്ട് മെറ്റലുകളെ ചൂടാക്കി യോജിപ്പിച്ചെടുക്കുന്നതിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചൂടാക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ പുറമേ നിന്നും പ്രഷർ അല്ലെങ്കിൽ മർദ്ദം അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഫില്ലർ മെറ്റീരിയലും അപ്ലൈ ചെയ്യും. ഇങ്ങനെ ചെയ്യാതെയും വെൽഡ് ചെയ്തെടുക്കാം. ജനറലായിട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്തുകൊണ്ട് ഒരേ തരത്തിലുള്ള മെറ്റീരിയലുകളെ യോജിപ്പിച്ചെടുക്കുന്നതിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പെർമനൻ്റ് ജോയിൻ്റ് ആണ്. വെൽഡിംഗ് ഈസ് എ പെർമനൻ്റ് ജോയിൻ്റ്. നൗ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ്. വെൽഡിങ്ങിനെ എങ്ങനെയെല്ലാം തരം തിരിച്ചിരിക്കുന്നു എന്നതാണ് നോക്കാൻ പോകുന്നത്. വെൽഡിംഗ് പ്രോസസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് മെറ്റൽ ഡ്യൂരിങ് വെൽഡിംഗ്. വെൽഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ എന്താണ്, അതിനനുസരിച്ച് വെൽഡിങ്ങിനെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പ്ലാസ്റ്റിക് വെൽഡിംഗ് ഓർ പ്രഷർ വെൽഡിംഗ്, രണ്ട് ഫ്യൂഷൻ വെൽഡിംഗ് ഓർ നോൺ പ്രഷർ വെൽഡിംഗ്. സിംപ്ലി പ്രഷർ വെൽഡിംഗ് ആൻഡ് നോൺ പ്രഷർ വെൽഡിംഗ്. ഒരു വെൽഡിങ്ങിൽ പ്രഷർ അപ്ലൈ ചെയ്യും, വേറെ ഒന്നിൽ പ്രഷർ അപ്ലൈ ചെയ്യുകയില്ല. രണ്ടിലും ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നിൽ ഹീറ്റ് പ്ലസ് പ്രഷർ ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് ഹീറ്റ് ചെയ്ത് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന തരം വെൽഡിങ്ങുകളാണ് പ്ലാസ്റ്റിക് വെൽഡിംഗ് അല്ലെങ്കിൽ പ്രഷർ വെൽഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തരം വെൽഡിംഗ് ഫ്യൂഷൻ വെൽഡിംഗ് ആണ്. ഫ്യൂഷൻ വെൽഡിങ്ങിൽ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പകരം വെൽഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട രണ്ട് പീസുകളുടെയും എഡ്ജുകൾ ചൂടാക്കി മോൾട്ടൺ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അതിനെ മെൽറ്റ് ചെയ്യിക്കുക. അത് മാക്സിമം അതിനെ മോൾട്ടൺ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് രണ്ടിനെയും കൂടി മോൾട്ടൺ സ്റ്റേജിലേക്ക് രണ്ടും ഒരേ സമയം മെൽറ്റാകുമ്പോൾ രണ്ടും കൂടി ചേർന്ന് വരും. ഖരാവസ്ഥയിൽ നിന്നും അതിനെ ദ്രാവകാവസ്ഥയിലേക്ക് എത്തും. അതിനെ തണുപ്പിച്ചെടുക്കുമ്പോൾ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോയിൻ്റ് ലഭിക്കും. അതാണ് ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നോൺ പ്രഷർ വെൽഡിംഗ്, സെക്കൻഡ് വൺ നോൺ പ്രഷർ വെൽഡിംഗ് ഓർ ഫ്യൂഷൻ വെൽഡിംഗ്. നൗ പ്ലാസ്റ്റിക് വെൽഡിംഗ് ഓർ പ്രഷർ വെൽഡിംഗ്. ഇപ്പോൾ എന്താണ് പ്രഷർ വെൽഡിംഗ് എന്നാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക് വെൽഡിംഗ് അല്ലെങ്കിൽ പ്രഷർ വെൽഡിങ്ങിൽ in this process the pieces of metal to be joined is heated to plastic state and then forced or hammered together by external force. അപ്പോൾ യോജിപ്പിക്കേണ്ട രണ്ട് മെറ്റൽ പീസുകളെയും ഹീറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് വരെ ഹീറ്റ് ചെയ്ത് എക്സ്റ്റേണൽ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് രണ്ടിനെയും യോജിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നതിനെയാണ് പ്ലാസ്റ്റിക് വെൽഡിംഗ് ഓർ പ്രഷർ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ നിർബന്ധമായും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വെൽഡിങ്ങിനെ പ്രഷർ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഹീറ്റ് ചെയ്യുന്നത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റൽസ് ഹീറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് വരെയാണ്. മെറ്റലിൻ്റെ പ്ലാസ്റ്റിസിറ്റി സ്റ്റേറ്റ് വരെ, അതായത് മെൽറ്റ് ചെയ്യുന്നില്ല, 100% മോൾട്ടൺ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നർത്ഥം. പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ കൊണ്ടുവന്ന്
ഹാമർ ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ ജോയിൻ്റ് ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വെൽഡിങ്ങിനെ പ്രഷർ വെൽഡിങ് എന്നും പറയും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെൽഡിങ് എന്ന് പറയും. ചിത്രത്തിൽ കാണാം എക്സ്റ്റേണൽ പ്രഷർ, രണ്ട് അഗ്രഭാഗങ്ങളിൽ നിന്നും എക്സ്റ്റേണൽ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആവശ്യമായ സ്ഥലത്ത് ഒരു സ്പോട്ട്, ഇതിൽ കാണാം ഒരു സ്പോട്ടിൽ വെൽഡ് ചെയ്യുന്നു. ഇത്തരം വെൽഡിങ്ങിനെയാണ് പ്രഷർ വെൽഡിങ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് പ്രഷർ വെൽഡിങ്. വൺ ഈസ് ഫോർജ് വെൽഡിങ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ് വെൽഡിങ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള പ്രഷർ വെൽഡിങ്. വൺ ഈസ് ഫോർജ് വെൽഡിങ്, സാധാരണ ആലകളിലും എല്ലാം ചെയ്യുന്ന ഫോർജിങ് ആപ്ലിക്കേഷൻ വഴി ജോയിൻ ചെയ്തെടുക്കുക. ചെറിയ തോതിൽ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റീൽ ഹീറ്റ് ചെയ്ത് ഹാമർ ചെയ്താണ് ഫോർജ് വെൽഡിങ് സാധ്യമാക്കുന്നത്. റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യേണ്ട രണ്ട് പീസുകൾക്കിടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കി അവിടെ അതിൽ നിന്ന് വരുന്ന ഹീറ്റ് ഉപയോഗിച്ച് അതിനെ ഒരുക്കി എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്ത് ജോയിൻ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് പറയും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. Now, fusion welding or non-pressure welding. In this type of welding method, the material at the joint is heated to a molten state and allowed to solidify. ഇവിടെ ഫ്യൂഷൻ വെൽഡിങ്, ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യേണ്ട മെറ്റൽസിൻ്റെ എഡ്ജുകൾ ചൂടാക്കി മോൾട്ടൺ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്നു. രണ്ടും കൂടി ജോയിൻ ചെയ്ത് അവസാനം അത് തണുത്ത് ഉറഞ്ഞു വരുമ്പോൾ നല്ലൊരു സ്ട്രോങ് ജോയിൻ്റ് കിട്ടും. അത്തരം വെൽഡിങ്ങിനെയാണ് ഫ്യൂഷൻ വെൽഡിങ് ഓർ നോൺ പ്രഷർ വെൽഡിങ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്റ്റേണൽ പ്രഷറിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇതിനെ നോൺ പ്രഷർ വെൽഡിങ് എന്ന് പറയും. ചിത്രത്തിൽ വെൽഡിങ്, ഒരു ഫ്യൂഷൻ വെൽഡിങ് വഴി വെൽഡിങ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ടൈപ്സ് ഓഫ് നോൺ പ്രഷർ വെൽഡിങ്. വൺ ഈസ് ഗ്യാസ് വെൽഡിങ്, നെക്സ്റ്റ് വൺ ഈസ് ആർക്ക് വെൽഡിങ്. ഫ്യൂഷൻ വെൽഡിങ്ങിനെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഗ്യാസ് വെൽഡിങ്, രണ്ട് ആർക്ക് വെൽഡിങ്. ഇവിടെ എങ്ങനെയാണ് ഫ്യൂഷൻ വെൽഡിംഗ് വഴി മെറ്റൽസ് ജോയിൻ ചെയ്യുന്നത് എന്നാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ആർക്കോ അല്ലെങ്കിൽ ഗ്യാസോ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ മെറ്റൽസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റൽസ് ഉരുകി മോൾട്ടൺ സ്റ്റേജിലേക്ക് വരും. മോൾട്ടൺ സ്റ്റേജിൽ ഫോർമേഷൻ ഓഫ് മോൾട്ടൺ മെറ്റലാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഉരുകി രണ്ടും കൂടി ഒന്നായി മാറും. ഉരുകി ഒലിച്ച് രണ്ടും കൂടി മിക്സ് ആവും. ഇത് തണുത്ത് കഴിയുമ്പോഴാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോയിൻ്റ് കിട്ടുന്നത്. അങ്ങനെയാണ് ഫ്യൂഷൻ വെൽഡിങ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രഷർ വെൽഡിങ്, അതോടൊപ്പം നോൺ പ്രഷർ വെൽഡിങ് അല്ലെങ്കിൽ പ്രഷർ വെൽഡിങ് ആൻഡ് ഫ്യൂഷൻ വെൽഡിങ്. ഇവിടെ പ്രഷർ വെൽഡിങ്ങിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫോർജ് വെൽഡിങ്, റെസിസ്റ്റൻസ് വെൽഡിങ്, തെർമിറ്റ് വെൽഡിങ് എന്ന് ഇങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ വീണ്ടും സ്പോട്ട് വെൽഡിങ്, പ്രൊജക്ഷൻ വെൽഡിങ്, ബട്ട് വെൽഡിങ്, സീം വെൽഡിങ് ഇങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. ബട്ട് വെൽഡിങ് രണ്ട് തരമുണ്ട്, പ്ലെയിൻഡ് അതുപോലെ ഫ്ലാഷ് ബട്ട് വെൽഡ്സ്. അങ്ങനെയാണ് പ്രഷർ വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി ഫ്യൂഷൻ വെൽഡിങ്ങിനെ പ്രധാനമായും
ആർക്ക് വെൽഡിംഗ് എന്നും ഗ്യാസ് വെൽഡിംഗ് എന്നും തെർമിറ്റ് വെൽഡിംഗ് എന്നും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ ആർക്ക് വെൽഡിംഗ്, മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉണ്ട്, അതുപോലെ കാർബൺ ആർക്ക് വെൽഡിംഗ് ഉണ്ട്, ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, അറ്റോമിക് ആർക്ക് വെൽഡിംഗ് ഉണ്ട്. ഇനി ഗ്യാസ് വെൽഡിങ്ങിന് ഓക്സി അസെറ്റ്ലീൻ, അതായത് ഗ്യാസാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്സി അസെറ്റ്ലീൻ, ഓക്സിജൻ, അതർ ഫ്യൂവൽ ഗ്യാസസ്. ഓക്സി അസെറ്റ്ലീൻ അല്ലാതെ വേറെ ഏതെങ്കിലും, അസെറ്റ്ലിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഗ്യാസുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന് ഓക്സി അസെറ്റ്ലീൻ, രണ്ടാമത്തത് ഓക്സി അതർ ഫ്യൂവൽ ഗ്യാസസ്. ഇങ്ങനെയാണ് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്നതാണ് തെർമിറ്റ് വെൽഡിങ്. അപ്പോൾ ഇതാണ് വെൽഡിങ്ങിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രഷർ വെൽഡിംഗ് ആൻഡ് ഫ്യൂഷൻ വെൽഡിംഗ്, അതിൻ്റെ തരംതിരിവുകളൊക്കെയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. Now classification of welding based on the source of heat. വെൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് ലഭ്യമാക്കുന്ന സോഴ്സുകൾ അടിസ്ഥാനമാക്കി വെൽഡിങ്ങിനെ പ്രധാനമായും ഇലക്ട്രിക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, അതർ വെൽഡിംഗ് പ്രോസസ്സ്, ഇങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതിൽ ഇലക്ട്രിക് വെൽഡിങ്ങിൽ ഹീറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഗ്യാസ് വെൽഡിങ്ങിനാണെങ്കിൽ ഹീറ്റ് സോഴ്സ് ഗ്യാസ് ഫ്ലെയിമാണ്. ഗ്യാസ് കത്തിച്ചാണ് ഗ്യാസ് വെൽഡിംഗ് സാധ്യമാക്കുന്നത്. പിന്നെ വരുന്ന അതർ വെൽഡിംഗ് പ്രോസസ്സിൽ ഹീറ്റോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ കൂടാതെ ചെയ്യുന്ന തരം വെൽഡിങ്ങുകളാണ് അതിൽ വരുന്നത്, ആ കാറ്റഗറിയിൽ വരുന്നത്. അതർ വെൽഡിംഗ് പ്രോസസ്സിൽ ഹീറ്റ് സോഴ്സിന് ഇലക്ട്രിസിറ്റിയോ ഗ്യാസോ ഉപയോഗിക്കാതെയാണ് വെൽഡിംഗ് നടത്തുന്നത്. അങ്ങനെ പ്രധാനമായും ഹീറ്റ് സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് വെൽഡിങ്ങിന് തരംതിരിച്ചിട്ടുണ്ട്. വൺ ഈസ് ഇലക്ട്രിക് വെൽഡിംഗ്, സെക്കൻഡ് വൺ ഗ്യാസ് വെൽഡിംഗ്, അതർ വെൽഡിംഗ് പ്രോസസ്സ്, അങ്ങനെ 3. ഇലക്ട്രിക് വെൽഡിങ്ങിൽ ഇലക്ട്രിസിറ്റിയാണ് സോഴ്സ്, ഗ്യാസ് വെൽഡിങ്ങിൽ ഗ്യാസ് ഫ്ലെയിമാണ് ഹീറ്റ് സോഴ്സ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ ഹീറ്റ് സോഴ്സിന് ഇലക്ട്രിസിറ്റിയോ ഗ്യാസോ ഉപയോഗിക്കുന്നില്ല. Now electric welding. Electric welding process can be classified as electric arc welding, electric resistance welding, laser welding. Electric welding can be classified as electric welding, electric arc welding, electric resistance welding, laser welding, and electron beam welding. ഇങ്ങനെ 4 ആയിട്ടാണ് ഇലക്ട്രിക് വെൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഹീറ്റ് സോഴ്സ്, ഇവിടെ എല്ലാം ഹീറ്റ് സോഴ്സ് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിക് വെൽഡിങ്ങിന് പ്രധാനമായും ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ്, ലേസർ വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിംഗ് എന്നിങ്ങനെ 4 ആയി തരംതിരിച്ചിട്ടുണ്ട്. നൗ ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്. എന്താണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്? നമ്മളിത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആർക്ക് വെൽഡിംഗ് ടെക്നിക്കാണ്. ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആർക്ക് വെൽഡിംഗ് ഇലക്ട്രിക് വെൽഡിംഗ് ടെക്നിക്കാണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്. Electric arc welding is a fusion welding process. Here, an electric arc is used to create enough heat to melt the edges or surfaces of the metal to be joined, and the molten metal, when solidifies, results a strong joint. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക് സോഴ്സ് ഉപയോഗിച്ച് വെൽഡ് ചെയ്തെടുക്കുന്ന ഒരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ്സാണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്. ഇനി എങ്ങനെയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഹിയർ ആൻ ഇലക്ട്രിക് ആർക്ക് ഈസ് യൂസ്ഡ് ടു
ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി മെറ്റലുകളെ ചൂടാക്കി ഉരുക്കി മോൾട്ടൺ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അത് ജോയിൻ ചെയ്ത് അതിനെ തണുപ്പിച്ചെടുക്കുമ്പോൾ ഒരു സ്ട്രോങ് ജോയിൻറ്റ് കിട്ടും. അതാണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്. അതായത് ആവശ്യമായ ഹീറ്റ് ലഭ്യമാക്കുന്നതിന് ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ് ഇവിടെ വെൽഡിങ് സാധ്യമാക്കുന്നത്. ഇതിനു വേണ്ടി ഒരു വെൽഡിങ് മെഷീൻ ഉപയോഗിക്കും. വെൽഡിങ് മെഷീൻ അത് AC ആകാം അല്ലെങ്കിൽ DC ആകാം. AC വെൽഡിങ് മെഷീനോ അല്ലെങ്കിൽ DC വെൽഡിങ് മെഷീനോ ആണ് ഉപയോഗിക്കുക. പിന്നെ ഈ ഇലക്ട്രിക് വെൽഡിങ് മെഷീനിൻ്റെ ഒരു ടെർമിനൽ വർക്ക് പീസിലും രണ്ടാമത്തെ ടെർമിനൽ ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുന്ന ഇലക്ട്രോഡ് ഘടിപ്പിക്കുന്ന ഒരു ഇലക്ട്രോഡ് ഹോൾഡർ ഉണ്ട്. അതിലാണ് രണ്ടാമത്തെ ടെർമിനൽ ഘടിപ്പിച്ചിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇലക്ട്രോഡ് ഹോൾഡറിൽ ഇലക്ട്രോഡ് ഫിക്സ് ചെയ്യും. ഇനി സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ആംബിയർ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് സപ്ലൈ ഓൺ ചെയ്ത് ഈ ഇലക്ട്രോഡിനെ വർക്ക് പീസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് സാധാരണ രണ്ട് ടെർമിനലുകളെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ കാണാവുന്നതാണ് ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ന്യൂട്രൽ അതുപോലെ ഫേസ്, ഈ രണ്ട് ടെർമിനലുകൾ, രണ്ട് കേബിളുകൾ അറിയാതെ എങ്ങനെയും തട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടാവും, സാധാരണ ഫ്യൂസ് പോകുന്നതൊക്കെ നിങ്ങൾ സാധാരണ വീടുകളിൽ കണ്ടതാണ്. ആ ഒരു ടെക്നിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആവശ്യത്തിനുള്ള ആംബിയർ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഫ്യൂസ് ഒന്നും പോകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ്, ആ ഒരു സംവിധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെൽഡിങ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വെൽഡിങ് മെഷീൻ ഒരു സാധാരണ ട്രാൻസ്ഫോമറൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അതിൻ്റെ ആവശ്യമായുള്ള ആംബിയർ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വെൽഡിങ് മെഷീൻ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പാർക്കാണ് ആർക്ക് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യും. അതായത് വർക്ക് പീസും ഇലക്ട്രോഡും തമ്മിൽ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ആർക്ക്, കണ്ടിന്യൂസ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ കണ്ടിന്യൂസ് ആർക്ക്, അതായത് ഈ ഇലക്ട്രോഡ് മെൽറ്റ് ആവുകയാണ് അപ്പോൾ ചെയ്യുന്നത്. ഇലക്ട്രോഡ് മെൽറ്റാവും, അതോടൊപ്പം ജോയിൻ ചെയ്യേണ്ട രണ്ട് മെറ്റൽ പീസുകളും അവിടെ മെൽറ്റായിക്കൊണ്ടിരിക്കും. അങ്ങനെ രണ്ടും കൂടി ജോയിനായി മെൽറ്റായി രണ്ടും കൂടി ജോയിൻ ചെയ്ത് അത് തണുത്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രോങ് ജോയിൻ്റായി മാറും. അതാണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. ഇവിടെ കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇലക്ട്രോഡ് അതുപോലെ വർക്ക് പീസും മെൽറ്റായി ജോയിൻ ആവുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇലക്ട്രോഡിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കോട്ടിങ് കാണാൻ പറ്റും. ആ കോട്ടിങ് ഒരു ഷീൽഡ് ഗ്യാസായിട്ട്, അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഓക്സിഡേഷൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ വെൽഡ് പൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷീൽഡ് ഗ്യാസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമബിളാണ്. ഉപയോഗിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കും. കൺസ്യൂമബിൾ ഇലക്ട്രോഡും ഉണ്ട്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡും ഉണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ആ ഏരിയ പറയുന്ന, ആ വെൽഡ് നടക്കുന്ന ഏരിയ നമ്മൾ സാധാരണ വെൽഡ് പൂൾ എന്നാണ് പറയുക. ഇതിലൊരു ഫ്ലെക്സ് ഉണ്ട്. ഈ ഇലക്ട്രോഡിൻ്റെ മുകളിലൊരു ഫ്ലെക്സ് കോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അടിഞ്ഞ് മുകളിൽ വെൽഡ് ബീഡിൻ്റെ മുകളിൽ വരും. അതിനെ സ്ലാഗ് എന്ന് പറയും. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം.
Now, electric welding can be further classified as metallic arc welding, carbon arc welding, atomic hydrogen arc welding, inert gas arc welding, carbon dioxide gas arc welding, submerged arc welding, electroslag welding and plasma arc welding. അതായത് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മെറ്റാലിക് ആർക്ക് വെൽഡിംഗ് ഉണ്ട്, കാർബൺ ആർക്ക് വെൽഡിംഗ്, അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗ്, ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആർക്ക് വെൽഡിംഗ്, സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ്, പ്ലാസ്മ ആർക്ക് വെൽഡിംഗ്. ഇതെല്ലാമാണ് ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൻ്റെ വീണ്ടുമുള്ള ക്ലാസിഫിക്കേഷൻ, ഫർദർ ക്ലാസിഫിക്കേഷൻ. നൗ ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെൽഡിങ്ങിൽ സെക്കൻഡ് വൺ പറഞ്ഞത് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ്. ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെയും വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്പോട്ട് വെൽഡിംഗ്, സെക്കൻഡ് വൺ സീം വെൽഡിംഗ്, നെക്സ്റ്റ് ബട്ട് വെൽഡിംഗ്, ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ആൻഡ് പ്രൊജക്ഷൻ വെൽഡിംഗ്. ഇതെല്ലാമാണ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ. നൗ ഗ്യാസ് വെൽഡിംഗ്. നമ്മൾ പറഞ്ഞു ഫ്യൂഷൻ വെൽഡിങ്ങിൻ്റെ പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട്. വൺ ഈസ് ഇലക്ട്രിക് വെൽഡിംഗ്, അനദർ വൺ ഈസ് ഗ്യാസ് വെൽഡിംഗ്. അതിൽ ഇലക്ട്രിക് വെൽഡിംഗ് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ വരുന്ന ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു വെൽഡിംഗ് ആണ് ഗ്യാസ് വെൽഡിംഗ്. ഫ്യൂഷൻ വെൽഡിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒന്നാണ് ഗ്യാസ് വെൽഡിംഗ്. പേരിൽ നിന്ന് മനസ്സിലാക്കാം, വെൽഡിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റ് സോഴ്സ് ഗ്യാസ് ആണ്. ഇൻ ഗ്യാസ് വെൽഡിംഗ് ദ എഡ്ജസ് ഓർ സർഫസസ് ഓഫ് ദി metal to be joined are heated and melting by a gas flame and allowing the molten metal to flow together, thus forming a solid continuous joint after cooling. അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്യാസ് ഹീറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ മെറ്റലുകൾ കത്തിച്ച് മെറ്റൽ ജോയിൻ ചെയ്യേണ്ട മെറ്റലിൻ്റെ എഡ്ജ് അല്ലെങ്കിൽ സർഫസിനെ ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റൽസ് മെൽറ്റ് മോൾട്ടൺ സ്റ്റേജിലേക്ക് മാറും. അങ്ങനെ രണ്ടും കൂടി രണ്ട് ജോയിൻ ചെയ്യേണ്ട രണ്ട് മെറ്റൽ പീസും മോൾട്ടൺ സ്റ്റേജിൽ വന്ന് അത് തമ്മിൽ ജോയിൻ ചെയ്ത് അതിന് തണുപ്പിച്ച് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രോങ് ജോയിൻറ്റ് ലഭ്യമാകും. അങ്ങനെയാണ് ഗ്യാസ് വെൽഡിംഗ് നടത്തുന്നത്. ചിത്രത്തിൽ ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്നത് കാണാം. ഇവിടെ ഒരു ഗ്യാസ് വെൽഡിംഗ് ടോർച്ച് അതുപയോഗിച്ചാണ് ആവശ്യമായ പോയിൻറ്റിലേക്ക് പോയിൻ്റ് ചെയ്യുന്നത്. അതായത് ഗ്യാസ് വെൽഡിംഗ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്പോട്ടിലേക്ക് ഗ്യാസിനെ അല്ലെങ്കിൽ ഫ്ലെയിമിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ടോർച്ച് ഉപയോഗിക്കുന്നത്. ഗ്യാസ് വെൽഡിംഗ് ടോർച്ച് എന്നാണ് അതിനെ പറയുക. അതുപയോഗിച്ച് ആവശ്യമായ പോയിൻ്റുകളിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ജോയിൻറ്റ് ഫോം ചെയ്യാൻ പറ്റും. ഗ്യാസ് വെൽഡിങ്ങിൻ്റെ സെറ്റപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഗ്യാസ് വെൽഡിംഗ് സെറ്റപ്പാണ് കാണിച്ചിട്ടുള്ളത്. ആവശ്യമായ അതായത് ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസിനെ ഒരു ടേബിളിലോ മറ്റോ പ്ലേസ് ചെയ്ത് അതിലേക്ക് ഈ വെൽഡിംഗ് ടോർച്ച് ഉപയോഗിച്ച് ഫ്ലെയിം കൊണ്ടുവന്നാണ്. അവിടെ ഫില്ലർ റോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫില്ലർ റോഡും ഉപയോഗിച്ച് ആവശ്യമുള്ള ജോയിൻ്റ് ഗ്യാസ് ഒരുക്കി ജോയിൻ ചെയ്തെടുക്കുന്നു. അതാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് രണ്ട് തരം സിലിണ്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഗ്യാസ് വെൽഡിംഗ് ചെയ്യുന്നത് ഓക്സി അസറ്റിലിൻ ഗ്യാസ് ഉപയോഗിച്ചാണ് സാധാരണ ചെയ്യുന്നത്. അല്ലാതെ വേറെ കുറേ ഗ്യാസുകൾ ഉപയോഗിക്കാം. പക്ഷെ പ്രധാനമായും സാധാരണ ഉപയോഗിച്ച് വരുന്നത് ഓക്സിജനും അതോടൊപ്പം അസറ്റിലിനും ചേർന്ന അസറ്റിലിനും കത്തിച്ച്
ഒരു പ്രത്യേക രൂപത്തിൽ അളവിൽ കത്തിച്ച് പ്രത്യേക അളവിൽ കത്തിച്ച് ഫ്ലെയിം ഉണ്ടാക്കിയെടുത്ത് ആണ് ഗ്യാസ് വെൽഡിങ് നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും, വേറെ ഒരു അസറ്റിലീൻ സിലിണ്ടർ. സാധാരണ അസറ്റിലീൻ സിലിണ്ടറിൻ്റെ റെഡ് കളറിലായിരിക്കും, ഓക്സിജൻ സിലിണ്ടർ ബ്ലാക്ക് കളറിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ വെൽഡിങ് ടോർച്ച് ഉപയോഗിച്ച് റെഗുലേറ്റ് ചെയ്യും. അതിൽ റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട്, ഓക്സിജൻ സപ്ലൈ, അതോടൊപ്പം അസറ്റിലീൻ സപ്ലൈ എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ഈ ക്വാണ്ടിറ്റി കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്കനുസരിച്ചായിരിക്കും ഇവിടെ കിട്ടുന്ന ഈ ഫ്ലെയിമിൻ്റെ തീവ്രത. അസറ്റിലീൻ കൂടുതൽ വന്നാൽ ഫ്ലെയിം തീവ്രത കൂടുതലായിരിക്കും, അപ്പോൾ ഉരുകുന്ന അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ റേഞ്ചിൽ ഫിക്സ് ചെയ്തുകൊണ്ടാണ്, റെഗുലേറ്റർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഗ്യാസ് വെൽഡിങ് നടത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒന്ന് ഗ്യാസ് വെൽഡിങ് ടോർച്ചാണ്, പിന്നെ വരുന്നത് ഗ്യാസ് സിലിണ്ടേഴ്സാണ്, ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും, അതോടൊപ്പം അസറ്റിലീൻ സിലിണ്ടർ ഉണ്ടാവും. പിന്നെ ഫില്ലർ മെറ്റീരിയൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുക്കി ആ ജോയിൻറ്റിലേക്ക് ഒരുക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫില്ലർ റോഡ് ഉപയോഗിക്കും. ഇതാണ് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ സെറ്റപ്പ്. ഗ്യാസ് വെൽഡിങ് നടക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ജോയിനിങ് നടക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് പീസുകൾ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ വെൽഡിങ് ടോർച്ചാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അസറ്റിലീൻ, അതായത് സാധാരണ ഇന്നർ കോണും ഔട്ടർ കോണും ഉണ്ടാവും. അസറ്റിലീൻ ഫ്ലെയിം ആണ്, അസറ്റിലീൻ ഫെദറാണ് ഔട്ടർ കോണിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ മോൾട്ടൺ വെൽഡ് മെറ്റൽ അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫില്ലർ റോഡ്, സോൾഡിഫൈഡ് മെറ്റൽ എല്ലാം കാണിച്ചിട്ടുണ്ട്. സോൾഡിഫൈഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ തണുത്ത് വരുന്ന, അതായത് ഒരുക്കി അവസാനം തണുത്ത് വെൽഡ് ബീഡ് ഫോം ചെയ്തതാണ് നമ്മൾ സോൾഡിഫൈഡ് മെറ്റൽ എന്ന് പറയുന്നത്. അതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം. നൗ ഗ്യാസ് വെൽഡിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, ഗ്യാസ് വെൽഡിങ്ങിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്സി അസറ്റിലീൻ ഗ്യാസ് വെൽഡിങ്, ഓക്സി ഹൈഡ്രജൻ ഗ്യാസ് വെൽഡിങ്, ഓക്സി കോൾ ഗ്യാസ് വെൽഡിങ്, ഓക്സി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വെൽഡിങ്, എയർ അസറ്റിലീൻ ഗ്യാസ് വെൽഡിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗ്യാസ് വെൽഡിങ്ങിന് ഏതെങ്കിലും ഒരു ഗ്യാസ് ഉപയോഗിച്ച് അതിനെ കത്തിച്ചാണ് വെൽഡിങ് സാധ്യമാക്കുന്നത്. സാധാരണ ഉപയോഗിച്ച് വരുന്ന ഓക്സി അസറ്റിലീനാണെന്ന് പറഞ്ഞു. ഓക്സിജനും അതോടൊപ്പം അസറ്റിലീനും ഉപയോഗിച്ചാണ് സാധാരണ വെൽഡിങ് നടത്തി വരുന്നത്. അതല്ലാതെ ഉപയോഗിക്കുന്ന മറ്റ് ഗ്യാസുകളാണ് ഓക്സി ഹൈഡ്രജൻ, ഓക്സിജനും ഹൈഡ്രജനും രണ്ട് സിലിണ്ടറുകളിലായിട്ട് കത്തിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഓക്സി കോള് കത്തിക്കും, അതോടൊപ്പം ഓക്സിജൻ ഉപയോഗിക്കും. ഇതിലെല്ലാം ഓക്സിജൻ നിർബന്ധമാണ്, കാര്യം കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സി കോൾ ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, ഓക്സി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്, LPG സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന തരം ഗ്യാസ്, ഓക്സി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വെൽഡിംഗ്. ദെൻ എയർ അസറ്റിലീൻ ഗ്യാസ് വെൽഡിംഗ്. എയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ തന്നെ, എയറും അസറ്റിലീനും ചേർന്നിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്യാസ് വെൽഡിംഗ് സാധ്യമാക്കും. അതിനെ എയർ അസറ്റിലീൻ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയും. നൗ അതർ വെൽഡിംഗ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് ഓർ ഗ്യാസ്, ഇത് രണ്ടും അല്ലാത്ത സോഴ്സുകൾ വഴി ഹീറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്, വെൽഡിങ്ങിനെയാണ് അതർ വെൽഡിംഗ് പ്രോസസ്സിൽ വരുന്നത്. വൺ ഈസ് തെർമിറ്റ് വെൽഡിംഗ്, ഫോർജ് വെൽഡിംഗ്, ഫ്രിക്ഷൻ വെൽഡിംഗ്, അൾട്രാസോണിക് വെൽഡിംഗ്, എക്സ്പ്ലോസീവ് വെൽഡിംഗ്, കോൾഡ് പ്രഷർ വെൽഡിംഗ്, പ്ലാസ്റ്റിക് വെൽഡിംഗ്. ഇതിന് വ്യത്യസ്ത തരം ഹീറ്റ് സോഴ്സായിട്ട് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഗ്യാസോ ഉപയോഗിക്കാതെ ഹീറ്റ് സോഴ്സ് ലഭ്യമാക്കുന്ന ചിലതരം വെൽഡിംഗ് ആണ് ഇവിടെ പറയുന്നത്. തെർമിറ്റ് അതൊരു കെമിക്കൽ
പ്രോസസ്സ് വഴിയാണ് അവിടെ ഹീറ്റ് കിട്ടുന്നത്. ഫോർജ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ഫോർജ് വെൽഡിംഗ്. അതുപോലെ ഫ്രിക്ഷൻ, രണ്ട് പീസുകൾ തമ്മിൽ ഉരസുമ്പോൾ കിട്ടുന്ന ഹീറ്റ്, അതിൽ നിന്ന് അതുവഴി, അങ്ങനെ അതിൻ്റെ ഓരോ ഇത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അൾട്രാസോണിക് വെൽഡിംഗ് ഉണ്ട്, ദെൻ എക്സ്പ്ലോസീവ് വെൽഡിംഗ് ഉണ്ട്, ദെൻ കോൾഡ് പ്രഷർ ആൻഡ്. ഇന്നത്തെ ക്ലാസ്സിൽ വ്യത്യസ്ത തരം വെൽഡിംഗ് പ്രോസസ്സുകൾ എന്താണ് എന്ന് പഠിച്ചു. എങ്ങനെയാണ് ആർക്ക് വെൽഡിംഗ് ചെയ്യുന്നത്, അതുപോലെ ഗ്യാസ് വെൽഡിംഗ്, ഇതെല്ലാം ഏകദേശം ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.